ചിലപ്പോഴൊക്കെ നമുക്കും തോന്നാറില്ലേ, എല്ലാവരും ഒരുപാട് മുന്നോട്ടു പോയി, നമ്മൾ മാത്രം ഒരുപാട് പിന്നിലായി പോയി എന്ന്. അതുപോലെയായിരുന്നു നമ്മുടെ ഈ കുഞ്ഞു ആമയുടെ അവസ്ഥയും. അവൻ എല്ലാ ദിവസവും കണ്ടു മുയലുകൾ മിന്നൽ വേഗത്തിൽ പോകുന്നത്, മാനുകൾ ദൂരേക്ക് മറയുന്നത്. അവൻ മാത്രം പതിയെ പതിയെ നടന്നു നീങ്ങി. അവൻ കരുതിപ്പോയി, എന്റെ സമയം കഴിഞ്ഞുപോയി. ഒരു ദിവസം സങ്കടം സഹിക്കാനാവാതെ അവൻ കരഞ്ഞുകൊണ്ട് നദിക്കരയിലിരുന്നു. അപ്പോൾ അടുത്തുവന്ന വയസ്സായ കൊക്ക് അവനോട് ചോദിച്ചു, എന്തിനാണ് മോനെ നീ കരയുന്നത്? ആമ പറഞ്ഞു, എല്ലാവരും വിജയിച്ചുപോയി, ഞാനിപ്പോഴും തുടങ്ങിയിടത്ത് തന്നെ നിൽക്കുകയാണ്. കൊക്ക് ചിരിച്ചു, എന്നിട്ട് പറഞ്ഞു, മകനെ, നീ പിന്നിലല്ല, നീ നിന്റെ സ്വന്തം സമയത്തിലാണ് നടക്കുന്നത്. ചിലപ്പോൾ ഏറ്റവും അവസാനം ഇറങ്ങുന്നവരാണ് ഏറ്റവും ദൂരമെത്തുക. ആ വാക്കുകൾ അവനൊരു ശക്തിയായി. അവൻ കണ്ണീർ തുടച്ചു, പതിയെ സ്വന്തം വേഗത്തിൽ വീണ്ടും നടന്നു തുടങ്ങി. സമയം ഒരുപാടെടുത്തു. പക്ഷേ അന്ന് സൂര്യൻ അസ്തമിച്ചപ്പോൾ ആദ്യം ലക്ഷ്യത്തിലെത്തിയത് ആമയായിരുന്നു. കാരണം ഒന്നുമാത്രം, അവൻ ഒരിക്കലും നടത്തം നിർത്തിയില്ല. ഓർക്കുക, സമയം നിങ്ങളെ വിട്ടുപോവുകയല്ല, നിന്റെ സമയം വരാൻ പോവുകയാണ്. നിങ്ങൾ എന്ത് കാര്യമാണോ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അത് വളരെ ആത്മാർത്ഥമായിട്ട് ചെയ്യുക. നിങ്ങളും ഒരു ദിവസം ലക്ഷ്യസ്ഥാനത്തെത്തും. നിങ്ങൾക്കും ജീവിതത്തിൽ വിജയിക്കണമെന്ന ആഗ്രഹമുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തേക്ക്. കൂടെ ഡോക്ടർ സുഗുവിനെ ഫോളോ ചെയ്യാൻ മറക്കല്ലേ.